വെഞ്ഞാറമൂട്ടിലെ 5 കൊലപാതകം നടത്തിയ അഫാൻ അദ്ദേഹത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. കാരണം 3 സ്ഥലത്തുണ്ടായ മർഡറിൽ അഫാൻ 5 കൊലപാതകത്തിൽ പ്രതിയാണ്. അമ്മ അഫാനെ സംരക്ഷിക്കാൻ ആദ്യം നോക്കി, അവസാനം ബോധം തെളിഞ്ഞു. അതിനുശേഷം അവര് സുബോധത്തോട് സംസാരിക്കാൻ തുടങ്ങി. അന്നേരമാണ് മകൻ ചെയ്ത തെറ്റുകളെ പറ്റി അവർ കൂടുതൽ ബോധവതിയായത്. പേരുമലയിലെ അഫാൻ കേസിലും പേരുമല കേസിലും വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിലും അവിടെ കല്ലറ പാങ്ങോട്ടെ കൊലപാതകത്തിലും അതിനൊക്കെ ഓരോ പ്രാവശ്യം കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ട്. ആ 3 കേസും 3 സ്ഥലത്തെ സംഭവത്തിന് വീണ്ടും കസ്റ്റഡി വാങ്ങാം. ഒരു പ്രാവശ്യം കൂടെ കസ്റ്റഡി ചോദിക്കാം ഓരോ കേസിനും, ഓരോ സ്ഥലത്തെ കേസിനും. ഇപ്പൊ അമ്മയുടെ മൊഴി പോലീസ് സസൂക്ഷ്മം പരിശോധിച്ചു, അഫാന്റെയും മൊഴി പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ചില വൈരുദ്ധ്യങ്ങളും കോൺട്രഡിക്ഷനുകളും ഉണ്ട് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് അഫാനെ കസ്റ്റഡി വെക്കണം, കസ്റ്റഡി വാങ്ങണം. അമ്മയെ അഫാന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പിതാവിനെ നേരത്തെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇയാളുടെ സാന്നിധ്യത്തിൽ. ഇപ്പം കൂടുതൽ വിവരങ്ങൾ അമ്മ നല്ല ബോധവതിയായി കഴിഞ്ഞപ്പം കാര്യങ്ങളിലെ വെളിച്ചം അവരുടെ തലയിൽ കയറി. അപ്പോൾ അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, മകൻ ഇങ്ങനെയായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം പോലീസ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടാവണം. അത് വ്യക്തമായി അവരിപ്പം മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അഫാന്റെ സ്റ്റേറ്റ്മെന്റ്, അയാളുടെ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഒരു കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അതാണ് പോലീസ് വീണ്ടും കസ്റ്റഡി ഇയാളെ വാങ്ങാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഈ കേസിനകത്ത് പോലീസ് വളരെ സൂക്ഷിച്ചു വേണം കുറ്റച്ചാർജ് ഹാജരാക്കാൻ. കാരണം ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഈ 3 സ്ഥലത്തെ മർഡർ ചെയ്യാൻ ഇടയായത്? സ്വന്തം ഇളയ സഹോദരനെ അഫ്സാനെ കൊന്നു, അയാൾ ഇഷ്ടപ്പെടുന്ന കാമുകിയെ അയാളുടെ വീട്ടിൽ വെച്ച് കൊന്നു. അതുപോലെ തന്നെ അമ്മാച്ചൻ ലത്തീഫിനെയും സജിത ബീഗത്തിനെയും കൊന്നു. കല്ലറ പാങ്ങോട്ടെ വല്യമ്മ സൽമ ബീവിയെയും കൊന്നു. ഇത് ഓരോ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊന്നതെന്ന് കൃത്യമായി പറയുന്നെങ്കിലും അത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാണ് തുടക്കം മുതലേ ഞാൻ അത് സംശയിക്കുന്നുണ്ട്. ഇയാൾക്ക് വേറെ ആരെങ്കിലും ഒരു ഇൻസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രവാദിയോ അങ്ങനത്തെ ഒരാള്, ഒരു ജിന്നിനെ പിടിക്കുന്നവനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അന്ന് മുതൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇയാൾ ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഉള്ള ധൈര്യം? ശുദ്ധനായ ഒരു പയ്യനാണെന്ന് അമ്മയോ പിതാവും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അവനിത് ചെയ്യുമെന്ന് അവർക്ക് പോലും വിശ്വാസം വരുന്നില്ല. അപ്പൊ പിന്നെ ആരുടെ പ്രേരണയിലാണ് ചെയ്തത്? അതിലേക്ക് പോലീസ് വന്നോ എന്ന് എനിക്കറിയില്ല. അതിലേക്ക് വരണം. കാരണം അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിഗേറ്റർ ഉണ്ടെങ്കിൽ കേസ് വളരെ മോട്ടീവ് ഉണ്ടാവും. ഇപ്പോഴേ പലതിനും മോട്ടീവില്ല. സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണ് 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 3 സ്ഥലത്ത് പോയി ഇയാൾ കൊന്നതെന്ന് പറയുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിന് എന്തിനാണ് തൻ്റെ അനിയനെ കൊല്ലുന്നത്? സാമ്പത്തിക ഞെരുക്കത്തിന് എന്തിനാണ് തൻ്റെ കാമുകിയെ കൊല്ലുന്നത്? അമ്മയെ പിന്നെ അങ്ങനെയെങ്കിലും പഴി പറയാം. തൻ്റെ പിതാവിൻ്റെ സഹോദരനെ അവരുടെ ഭാര്യയെ കൊല്ലുന്നത് എന്തിനാണ്? വല്യമ്മയുടെ അവിടുന്ന് അവരെ കൊന്നിട്ട് സ്വർണ്ണം എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എടുക്കാമല്ലോ. അവരെ കൊല്ലാതെ ബലം പ്രയോഗിച്ചെടുക്കാമല്ലോ. അപ്പൊ എവിടെയോ ഒരു കാര്യമായ പ്രശ്നം ഇതിനായിട്ട് ഉണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. അയാളുടെ മാനസിക ചിന്തകൾ എങ്ങനെയാണ് ഈ രീതിയിൽ സഞ്ചരിച്ചത്? അത് 25 വയസ്സുള്ള പയ്യനാണ്. ഇയാള് 15 വയസ്സ് മുതൽ ഏകദേശം 10 വർഷത്തെ ഇയാളുടെ മാനസിക വളർച്ച ഏത് രീതിയിലാണെന്ന് പോലീസ് നോക്കണം. അത് പോലീസ് അല്ലാതെ മറ്റൊരാൾക്കും ഇത് കണ്ടെത്താൻ കഴിയില്ല. ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിയോ ഒന്നും വന്നിട്ടൊന്നും പ്രയോജനമില്ല. ഇയാളുടെ മാനസിക വ്യാപാരം ഏത് വഴിക്ക് നീങ്ങി ഇത്രയും വലിയൊരു ക്രൈം ചെയ്യാനിലേക്ക് എത്തപ്പെട്ടു എന്നാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് പോലീസ് എല്ലാ കേസുകളും വളരെ വിദഗ്ധമായി
ഒന്നുകൂടെ അനലൈസ് ചെയ്യണം. ഓരോ കേസിന്റെ മോട്ടീവ് എന്താണെന്ന് അയാൾ പറഞ്ഞത് കൃത്യമായിട്ട് നോക്കണം. പോലീസിന്റെ അന്വേഷണത്തിന്റെ മികവില് ഓരോ സംഭവം നടക്കാനുള്ള സാഹചര്യം, അതിന്റെ മോട്ടീവ് എന്താന്ന് നോക്കണം. ആ പ്രതി പറഞ്ഞ അത് ന്യായീകരിക്കുന്ന ഒരു മോട്ടീവാണോ? അങ്ങനെ അങ്ങനെയാണെങ്കിൽ പ്രതിക്ക് ഇത് ചില കേസ് ചെയ്യാൻ ഒക്കില്ല എന്നും തോന്നാം. ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ബിൽഡ് ചെയ്തു വന്ന കേസാണ്. സാക്ഷികളില്ല. ആകെ സാക്ഷി വരുന്ന ഭാഗത്ത് ഇയാള് ആയുധം വാങ്ങിച്ചത്, അതുപോലെ തന്നെ ആ ഇളയ പയ്യന് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ മാത്രമേ ഒരു കൃത്യതയുള്ളൂ. പെൺകുട്ടിയെ കൊന്നതിന് ഒരു ന്യായീകരണം പറയാൻ കഴിയില്ല. ആ കുട്ടിയെ വിളിച്ചു വരുത്തി കൊല്ലുകയാണ്. ആ കുട്ടിയുടെ കയ്യിലിരുന്ന ആഭരണം പണയം പറ്റി, അല്ലെങ്കിൽ അത് വിറ്റു, അതിനുശേഷം ഗിൽട്ട് സാധനം വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയത് എങ്ങനെ? അത് ആഭരണം തിരിച്ചത് വീട്ടിലത് പ്രശ്നമായി ആ കുട്ടിയുടെ. അതുകൊണ്ട് ആഭരണം തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ധൃതിപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് മരണം വരിച്ചു. ആ കുട്ടി കട്ടില് ആ ചെയറിൽ കിടക്കുന്ന ആ പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മർഡർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് റീകൺസ്ട്രക്റ്റീവ് തിയറി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് സമയത്താണ് ഇയാൾ അവരെ കൊല്ലുന്നത്. ലത്തീഫ് ആ സെറ്റിയിൽ ഇരുന്ന് തന്നെ മരിച്ചിരിക്കുന്ന കാണുന്നത്. അയാൾ ഒരു ലുങ്കി മാത്രമേ എടുത്തിട്ടുള്ളൂ. അയാളെ കൊന്നിട്ട് ഏറ്റ് കിടത്തിയോ എന്ന് സംശയിക്കുന്നുണ്ട്. അയാളുടെ ഭാര്യ ഇയാളെ കൊല്ലുന്ന കണ്ടപ്പം സംശയം തോന്നി. അടുക്കളയിൽ നിന്ന് ഓടി വന്നപ്പം അവരുടെ പിന്നിലാണ് അടിയേറ്റിരിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ അവർ ഓടി വന്നാൽ മുന്നിലേ അടിക്കാൻ കഴിയുള്ളൂ. ധാരാളം കാര്യങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പൊതുവായ എല്ലാ കേസുകളിലും അവിടുത്തെ വെറ്ററന്മാർ, ഡിവൈഎസ്മാർ അനലൈസ് ചെയ്യണം. എന്നിട്ട് ഓരോ കേസിനെ കുറ്റച്ചാർജിനകത്ത് മോട്ടീവ് കൃത്യം പറയണം. എന്തിനാണ് കൊന്നതെന്ന് കോടതിയെ ധരിപ്പിക്കണം. അത് കോടതിക്ക് വിശ്വാസം വരുന്ന രീതിയിലായിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത്. അതിൻ്റെ എവിഡൻസുകൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ആ വീട് ആയിട്ടുള്ള സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ആ രീതിയിൽ വേണം ആ ഓരോ കുറ്റച്ചാർജും കൊടുക്കുമ്പം അത് പ്രസന്റ് ചെയ്യേണ്ടത്. എന്തായാലും എത്ര കുറ്റച്ചാർജ് കൊടുക്കുന്നു ഇപ്പൊ എനിക്ക് തിട്ടില്ല. കല്ലറ പാങ്ങോട്ട് ഒരു കുറ്റച്ചാർജാണ്. ലത്തീഫിനും ഭാര്യയും കൊന്നത് ഒരു കുറ്റച്ചാർജിൽ 2 കൊലപാതകം. വീട്ടിൽ വെച്ച് അത് കൊടുക്കുന്ന കുറ്റച്ചാർജിൽ അമ്മയെ മർദ്ദനം ഏൽപ്പിച്ചിട്ടുണ്ട്. മകനെ, അതുപോലെ അവനെ ഇഷ്ടപ്പെടുന്ന പ്രതിക്ക് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ, ആ 2 കൊലപാതകം ഒരു കുറ്റച്ചാർജിനകത്ത് വരുമായിരിക്കാം. എന്നാൽ ഓരോ മനുഷ്യനെ കൊല്ലുന്നതിന് ഓരോ ലൈഫ് ഇംപ്രിസ്മെന്റ്, ഓരോ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ഒരേ സമയത്ത് 4 പേരെ കൊന്ന അത് ഒന്നായിട്ട് കണക്കാക്കാൻ കഴിയില്ല. 4 പേരുടെ ജീവൻ എടുത്തെങ്കിൽ 4 കുറ്റച്ചാർജ് വരും. കൊലപാതകത്തിന് 4 കുറ്റച്ചാർജാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തിന് ഒരു കുറ്റച്ചാർജിൽ 2 കൊലപാതകം, കല്ലറ പാങ്ങോട്ടിൽ ഒരു കുറ്റച്ചാർജ് 1 കൊലപാതകം. അതേപോലെ സമയത്ത് ലത്തീഫിന്റെ വീട്ടിലെ ഒരു കുറ്റച്ചാർജിനകത്ത് 2 കൊലപാതകം, 2 2 4 5 ലൈഫ് ഇംപ്രിസ്മെന്റ് ആണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 5 തൂക്കുകൊലയാകാം. അതിൽ വരും ദിവസങ്ങളിൽ കുറ്റച്ചാർജ് കൊടുത്ത് ട്രയലിലോട്ട് പോയി കഴിഞ്ഞാൽ കേസിന്റെ വിധി വരുമ്പം നമുക്കറിയാം അതിൻ്റെ എവിഡൻസ് എങ്ങനെയാണ് പോലീസ് കൊണ്ടുവന്നത്, ഇവനാണ് അല്ലെങ്കിൽ വേറൊരാൾ സഹായമില്ലാതെ തന്നെ ചെയ്തെന്ന് പോലീസ് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഓരോ കേസിനും ഓരോ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുക്കാം. 5 ലൈഫ് ഇംപ്രിസ്മെന്റ് ഏകദേശം 100 വർഷം, ഒരു ലൈഫ് ഇംപ്രിസ്മെന്റ് 20 വർഷം എങ്കിലും പോകേണ്ടി വരും. 5 എണ്ണം ആകുമ്പോൾ 100 വർഷത്തെ ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്താൽ തന്നെ സുപ്രീം കോടതി പോയാൽ അത് ഇന്ത്യയുടെ പുതിയ തിങ്കിങ് അനുസരിച്ച് വധശിക്ഷയ്ക്ക് ഒരിക്കലും അനുവാദം കൊടുക്കാൻ സാധ്യത വളരെ കുറവുമാണ്.